ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. സുസ്ഥിര വികസന മാതൃക ദേശീയ പഞ്ചായത്ത് പുരസ്കാര തിളക്കത്തിൽ കേരളം. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന മഹാത്മാഗാന്ധിയുടെ ദർശനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് ആവിഷ്കരിച്ചിട്ടുള്ള പഞ്ചായത്തി രാജ് സംവിധാനം രാജ്യത്തെമ്പാടും തിളക്കമാർന്ന നേട്ടങ്ങളാണ് കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഇത്തരം നേട്ടങ്ങളെയും മികച്ച പ്രവർത്തനങ്ങളെയും ആദരിക്കുന്നതിനായി കേന്ദ്ര ഗ്രാമവികസന പഞ്ചായത്തി രാജ് മന്ത്രാലയം വർഷം തോറും പുരസ്കാരങ്ങൾ നൽകി വരുന്നു. ഗ്രാമീണ ഇന്ത്യയുടെ ശാക്തീകരണവും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ പ്രാദേശികവൽക്കരണവും ലക്ഷ്യമിട്ട് നൽകുന്ന ഈ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ചരിത്രമുള്ള നമ്മുടെ രാജ്യത്ത് ഏറെ പ്രാധാന്യമാണുള്ളത്. 2010 ഏപ്രിൽ 24 ആദ്യമായി ദേശീയ പഞ്ചായത്തി രാജ് ദിനം ആഘോഷിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകളെ ആദരിക്കുന്ന ഈ പുരസ്കാര പരമ്പരയ്ക്ക് തുടക്കമിട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആരോഗ്യം, സ്ത്രീ സൗഹൃദ അന്തരീക്ഷം, ജലസമൃദ്ധി, ഹരിതാഭ, സദ്ഭരണം തുടങ്ങി 9 സുസ്ഥിര വികസന പ്രമേയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ പുരസ്കാരങ്ങൾ. വിവിധ വിഭാഗങ്ങളിലായി രാജ്യത്തുടനീളമുള്ള 42 മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെയാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. സുസ്ഥിര വികസന സൂചികകളിൽ എക്കാലവും മുൻപന്തിയിലുള്ള കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തവണയും ദേശീയ തലത്തിൽ തങ്ങളുടെ തനത് മാതൃകകൾ തെളിയിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ 4 തദ്ദേശ സ്ഥാപനങ്ങളാണ് 2025 ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾക്ക് അർഹമായിട്ടുള്ളത്. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് രാജ്യത്തെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള നാനാജി ദേശ്മുഖ് സർവോത്തം പഞ്ചായത്ത് സതത് വികാസ് പുരസ്കാരം നേടി. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കോട്ടയം മേലുകാവ് 1ാം സ്ഥാനവും, മികച്ച ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ നിരണം, മികച്ച ശിശു സൗഹൃദ പഞ്ചായത്തുകളിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകൾ 3ാം സ്ഥാനങ്ങളും കരസ്ഥമാക്കി. അടുത്ത മാസം 3 ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. കേരളത്തിന്റെ വികസന മാതൃകയ്ക്ക് അടിവരയിടുന്ന വലിയ അംഗീകാരമാണ് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത്. സമഗ്രമായ വികസന കാഴ്ചപ്പാടുകളും ജനകീയ ഇടപെടലുകളുമാണ് ഹരിപ്പാടിനെ രാജ്യത്തെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തായി തിരഞ്ഞെടുത്തതിന് കാരണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VK നാഥൻ വാർത്താ തരംഗിണിയോട് പറഞ്ഞു. ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ച ഈ ദേശീയ പുരസ്കാരത്തിൽ വളരെയധികം സന്തോഷവും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് വലിയ ഊർജവും നൽകുന്നതാണ് ഈ നേട്ടം. ഈ നേട്ടം കരസ്ഥമാക്കുമ്പോൾ വിവിധ മേഖലകളിൽ നിന്നുള്ള അതിൽ പൈ എന്ന് പറയുന്ന പഞ്ചായത്ത് അഡ്വാൻസ്മെന്റ് ഇൻഡെക്സ് നടത്തിയിട്ടുള്ള മൂല്യനിർണ്ണയത്തിൽ വളരെ മികച്ച രീതിയിലുള്ള നേട്ടമാണ് ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിന് കൈവരിക്കാനായത്. അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ, പ്രത്യേകിച്ച് ചെറുതന, അതോടൊപ്പം തന്നെ കുമാരപുരം ഗ്രാമപഞ്ചായത്തുകളൊക്കെ വളരെ നല്ല രീതിയിലുള്ള നേട്ടം കൈവരിച്ചതിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ഈ അഭിമാനകരമായിട്ടുള്ള മുഹൂർത്തം കൈവരിക്കുവാൻ സാധിച്ചത്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ആരോഗ്യരംഗത്തും അതോടൊപ്പം തന്നെ ഹരിത രംഗത്തും കുടിവെള്ളം, ശിശു സംരക്ഷണം, വനിതാ സൗഹൃദ പദ്ധതികൾ അടക്കമുള്ള വിവിധ പദ്ധതികളിൽ മികവുറ്റ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുവാനും ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള മേഖലകളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ ബ്ലോക്ക് പഞ്ചായത്തിന് കഴിഞ്ഞിട്ടുള്ളതും അതോടൊപ്പം തന്നെ മറ്റ് പഞ്ചായത്തുകളിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നേട്ടം കരസ്ഥമാക്കാൻ സാധിച്ചത്. ഗ്രാമപഞ്ചായത്തുകളുടെ വിഭാഗത്തിലും കേരളം ഒട്ടും പിന്നിലല്ല. സ്വയം പര്യാപ്തമായ അടിസ്ഥാന സൗകര്യ വികസനം എന്ന സുപ്രധാന മേഖലയിൽ കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. മലയോര മേഖലയുടെ പരിമിതികളെ മറികടന്ന് ആധുനിക സേവനങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ മേലുകാവിന് സാധിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി പറഞ്ഞു. ISO നിലവാരത്തിലുള്ള പഞ്ചായത്ത് കെട്ടിടവും പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ ഓഫീസുകളും ഉന്നത നിലവാരത്തിലുള്ള ഹൈടെക് പഞ്ചായത്ത് സ്കൂളും CHC ഇടമറുക്, അത്യാധുനിക ഉപകരണങ്ങളുമായി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിറ്റി സെന്ററുകൾ, എല്ലാവിധ മരുന്നുകളുമായി പ്രവർത്തിക്കുന്ന ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറികൾ, പാലിയേറ്റീവ് കെയർ, മൃഗാശുപത്രി,
14 വാർഡിലും പ്രവർത്തിക്കുന്ന അംഗൻവാടികൾ, തൊഴിലുറപ്പ് പദ്ധതികൾ, കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ 3000 സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCF, 14 വാർഡുകളിലെയും മിനി MCFകൾ, പഞ്ചായത്ത് വക സ്ഥലത്തുള്ള പൊതു ശ്മശാനം, വായനശാലകൾ, പഞ്ചായത്ത് വെയിറ്റിംഗ് ഷെഡുകൾ, വനിതാ വിപണന കേന്ദ്രങ്ങൾ, സീനിയർ സിറ്റിസൺ ക്ലബ്ബ്, പൊതു കളിസ്ഥലം, പഠനമുറികൾ, പബ്ലിക് ടോയ്ലറ്റുകൾ, കുടിവെള്ള ടാങ്കുകൾ, കുളങ്ങൾ, കിണറുകൾ, നായ്ക്കൾക്കുള്ള ഷെൽട്ടറുകൾ, അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള റോഡുകൾ, മെയിൻ റോഡുകളെ ബന്ധിപ്പിക്കുന്ന ഗ്രാമീണ റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് മേലുകാവ് ഗ്രാമപഞ്ചായത്ത് അവാർഡിനെ തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൂടാതെ ലൈഫ്, PMAY, ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ എന്നിവയിലൂടെ നിർമ്മിച്ച വീടുകളും ഇവയിൽ പരിഗണിക്കപ്പെടുന്നു. മേലുകാവ് ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിൽ താമസക്കാരിയായിരുന്ന ഒരമ്മയ്ക്ക് 2024-25 വർഷങ്ങളിൽ വീട് പണിതു കൊടുക്കുകയും അതിലൂടെ കോട്ടയം ജില്ലയെ ദാരിദ്ര്യമുക്ത ജില്ലയെ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഇലവിഴ, പൂഞ്ചിറ, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന വയർലെസ് സ്റ്റേഷൻ, അമൃത് സരോവർ കുടിവെള്ള പദ്ധതിയിലൂടെ നിർമ്മിച്ച കുളം എന്നിവ മേലുകാവ് ഗ്രാമപഞ്ചായത്തിലാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾക്കായി 3 നിലകളിലായി പ്രവർത്തിക്കുന്ന MCFൽ സോർട്ടിംഗ് ടേബിൾ, ബെയിലിംഗ് മെഷീൻ എന്നിവ സ്ഥാപിച്ച് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തരംതിരിച്ച് കെട്ടുകളാക്കി ഗ്രീൻ കേരള കമ്പനിക്ക് നൽകുകയും ചെയ്യുന്നു. 14 വാർഡുകളിലും പ്രവർത്തിക്കുന്ന അംഗൻവാടി ടീച്ചേഴ്സ്, ഹെൽപ്പർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാവർക്കർമാർ, തൊഴിലുറപ്പ് അംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ആരുമില്ലാത്ത മാനസിക വിഭ്രാന്തി ഉള്ളവർക്കായി ആശ്രയ റീഹാബിലിറ്റേഷൻ സെന്ററും പ്രായമായവരെ നോക്കുന്നതിനായി വിശ്രാന്തി നിലയവും ഈ പഞ്ചായത്തിൽ പ്രവർത്തനമുണ്ട്. ദേശീയ പുരസ്കാര തിളക്കത്തിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാവുന്ന നേട്ടമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് സ്വന്തമാക്കിയത്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശിശു സൗഹൃദ ഗ്രാമം എന്ന വിഭാഗത്തിലാണ് ഒറ്റൂർ ദേശീയതലത്തിൽ 3-ാം സ്ഥാനം നേടിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്ക് അനുയോജ്യമായ അന്തരീക്ഷമൊരുക്കുന്നതിനും ഒരു തദ്ദേശ സ്ഥാപനത്തിന് എങ്ങനെ മാതൃകാപരമായി ഇടപെടാം എന്ന് ഒറ്റൂർ രാജ്യത്തിന് കാട്ടിത്തരുന്നു. കേവലം പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങാതെ കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിപ്ലവകരമായ പദ്ധതികളാണ് ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിയതെന്ന് പ്രസിഡന്റ് G. ജയചന്ദ്രൻ വ്യക്തമാക്കുന്നു. നമ്മുടെ കുട്ടികളുടെ നാളെയെ കരുപിടിപ്പിക്കാൻ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ശിശു സൗഹൃദ മേഖലയിൽ പഞ്ചായത്ത് നടപ്പിലാക്കിയത്. പഞ്ചായത്തിലെ 4 പ്രൈമറി സ്കൂളുകളുടെയും പഴയ കെട്ടിടങ്ങൾ മാറ്റി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഡിജിറ്റൽ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി. കുട്ടികളുടെ ശാരീരിക, മാനസിക, ബൗദ്ധിക വികാസത്തിനായി 13 വിഭാഗങ്ങളിലായി 83 കഴിവുകൾ വളർത്തുന്ന വർണ്ണക്കൂടാരം പദ്ധതിയും എല്ലാ സ്കൂളുകളിലും ലൈബ്രറികളും കളിസ്ഥലങ്ങളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് ഗുണമേന്മയുള്ള പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും താലൂക്ക് തലത്തിൽ മാതൃകയാകും വിധം ഉറപ്പുവരുത്തുന്നു. ശുദ്ധമായ കുടിവെള്ളത്തിനായി വാട്ടർ പ്യൂരിഫയറുകളും സ്കൂളുകളിലെ മാലിന്യ സംസ്കരണത്തിനായി തുമ്പൂർ മൊഴി പ്ലാന്റുകളും വിദ്യാർത്ഥിനികൾക്കായി നാപ്കിൻ ബ്ലെൻഡിംഗ് മെഷീനുകളും ഇൻസിനേറ്ററുകളും വിജയകരമായി സ്ഥാപിച്ചു കഴിഞ്ഞു. കായിക രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ സ്വന്തം ഫണ്ടും സർക്കാർ ഫണ്ടും ചേർത്ത് വെച്ച് 2.5 കോടി രൂപയുടെ ചെലവിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഒറ്റൂർ VS അച്യുതാനന്ദൻ ഇൻഡോർ സ്റ്റേഡിയം നമ്മൾ യാഥാർത്ഥ്യമാക്കി. മുൻ ദേശീയ ക്യാപ്റ്റൻ ശ്രീമതി അശ്വിനി S. കുമാറിന്റെ നേതൃത്വത്തിൽ വോളിബോൾ, ബാഡ്മിന്റൺ ഇനങ്ങൾ 100-ലധികം കുട്ടികൾക്ക് ഇവിടെ സൗജന്യ പരിശീലനം നൽകുന്നുണ്ട്. 2032 ഒളിമ്പിക്സിലും ഏഷ്യൻ ഗെയിംസിലും നമ്മുടെ നാട്ടിലെ പ്രതിഭകളെ പങ്കെടുപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ പ്രതിവർഷം 10 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഇതിനായി നീക്കിവെക്കുന്നത്. കുട്ടികളുടെ സാമൂഹിക സുരക്ഷ മുൻനിർത്തി സ്കൂളുകൾ സൈബർ സുരക്ഷ, സാമ്പത്തിക സാക്ഷരത, ലഹരി വിരുദ്ധ ബോധവൽക്കരണം, പരീക്ഷാ പേടി മാറ്റാനുള്ള മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നിരന്തരമായി നടത്തിവരുന്നു. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളെ സൗജന്യമായി പരിചരിക്കുന്നതിന് സ്പോൺസർഷിപ്പിലൂടെ സ്ഥലം കണ്ടെത്തി ഡോക്ടറുടെയും കെയർ ടേക്കറുടെയും സേവനത്തോടെ അത്യാധുനിക ക്രഷ് സൗകര്യം നമ്മൾ ഒരുക്കി. സ്വന്തമായി ഭൂമിയില്ലാത്ത 3 അംഗനവാടികൾക്ക് സ്പോൺസർഷിപ്പ് വഴി ഭൂമി കണ്ടെത്തി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി വരുന്നു. വാർഷിക പദ്ധതിയിൽ ലാപ്ടോപ്പ് വിതരണവും ബാലസഭാ പ്രവർത്തനങ്ങളും പഠനമുറികളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മികച്ച ആരോഗ്യ പരിപാലനവും പ്രതിരോധ പ്രവർത്തനങ്ങളും മുൻനിർത്തി നൽകുന്ന ഹെൽത്തി പഞ്ചായത്ത് വിഭാഗത്തിൽ പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്ത് ദേശീയതലത്തിൽ 3-ാം സ്ഥാനം നേടി കേരളത്തിന്റെ യശസ്സുയർത്തി.
ഒരു പ്രദേശത്തെ ജനങ്ങളുടെ സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിലും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിലും അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനത്തിന് എത്രത്തോളം മികച്ച രീതിയിൽ ഇടപെടാൻ കഴിയും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് നിരണത്തിന്റെ ഈ വിജയം. ആരോഗ്യ പ്രവർത്തകരുടെയും ആശാ വർക്കർമാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സംയുക്ത പ്രയത്നത്തിന്റെ ഫലമാണ് ഈ നേട്ടമെന്നും ഈ അംഗീകാരം കൂടുതൽ ജനകീയാരോഗ്യ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ പ്രചോദനം നൽകുന്നുവെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ഈപ്പൻ പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ ഹെൽത്തി പഞ്ചായത്ത് കാറ്റഗറിയിൽ ദീൻ ദയാൽ ഉപാധ്യായ പഞ്ചായത്ത് സതത് വികാസ് എന്ന അവാർഡാണ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയുടെ പടിഞ്ഞാറേ അറ്റമായ അപ്പർ കുട്ടനാട് മേഖലയിലാണ് ഞങ്ങളുടെ പഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ഇടയിൽ ആരോഗ്യപരമായ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത്. ഇവിടുത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ലാബ്, ഡോക്ടർമാർക്ക് ഇരിക്കാനുള്ള ശീതീകരിച്ച മുറികള്, അവർ കുറിക്കുന്ന മരുന്നുകൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കത്തക്ക രീതിയിലുള്ള ഫാർമസികൾ ഒക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. 3 ഡോക്ടർമാരെ കൂടാതെ 29 സ്റ്റാഫ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആംബുലൻസ് സൗകര്യത്തോടു കൂടിയുള്ള പാലിയേറ്റീവിന്റെ പ്രവർത്തനം നടന്നു വരുന്നു. ആശാവർക്കർമാരുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതുപോലെ 14 വാർഡുകൾ 12 വാർഡുകൾ യോഗ ക്ലാസ് നടക്കുന്നുണ്ട്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വേസ്റ്റ് മാനേജ്മെന്റ് ബന്ധപ്പെട്ട് നടക്കുന്നു. ആയുർവേദ ആശുപത്രി, ഹോമിയോ ആശുപത്രിയുടെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മാർച്ച് 11-ാം തീയതി കേന്ദ്രസേന ഇവിടെ വന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് സന്ദർശിച്ച് ആരോഗ്യ മേഖലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ കണ്ടു മനസ്സിലാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. എന്നോടൊപ്പം എന്റെ സഹപ്രവർത്തകരായ മെമ്പർമാര്, ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥര്, പഞ്ചായത്ത് ഉദ്യോഗസ്ഥര് ഒന്നിച്ച് ഇന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഇങ്ങനെ ഒരു നേട്ടം കൈവരിക്കുവാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള പ്രചോദനമായിട്ട് കരുതുന്നു. താഴെത്തട്ടിൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ അഹോരാത്രം പ്രയത്നിക്കുന്ന ഒരു നാടിന്റെ കൂട്ടായ്മയ്ക്കുള്ള അംഗീകാരമാണ് ഈ ദേശീയ പുരസ്കാരങ്ങൾ. അധികാരം ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുമ്പോഴും വികസന പ്രക്രിയകളിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുമ്പോഴും മാത്രമേ യഥാർത്ഥ ജനാധിപത്യം സാർത്ഥമാകൂ എന്ന വലിയ സന്ദേശമാണ് ഈ പുരസ്കാരങ്ങൾ നമുക്ക് നൽകുന്നത്. വരും തലമുറയ്ക്കായി പരിസ്ഥിതി സൗഹൃദവും സുസ്ഥിരവുമായ വികസന മാതൃകകൾ സൃഷ്ടിക്കാൻ ഈ നേട്ടം മറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രത്യാശിക്കാം. ഇനിയും ഒട്ടേറെ വികസന വിസ്മയങ്ങൾ തീർക്കാൻ നമ്മുടെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾക്കും സാധ്യമാകട്ടെ. വാർത്താ തരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ. വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക്.